ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് വിനായക ചതുർത്ഥിയെക്കുറിച്ചൊന്ന് പങ്കുവെക്കാനാണ്. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം. എല്ലാവരും കഥ കേൾക്കുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഓം ഗം ഗണേശായ നമ. ഗജാനനം ഭൂതഗണാധിസേവിതം കപിത്ഥജംബൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ചതുർത്ഥി ഗണേശപ്രീതിക്ക് അത്യുത്തമമാണ് വിനായക ചതുർത്ഥി. ആ വ്രതം നോറ്റാൽ ഫലം അനേകമാണ്. ചിങ്ങമാസത്തിലെ കറുത്ത വാവ് കഴിഞ്ഞു വരുന്ന ചതുർത്ഥി അഥവാ വെളുത്ത പക്ഷ ചതുർത്ഥിയാണ് ഗണപതിയുടെ ജന്മദിനം. അതാണ് വിനായക ചതുർത്ഥിയായി ചിങ്ങമാസത്തിൽ ആഘോഷിക്കപ്പെടുന്നത്. ഇത്തവണ ഓഗസ്റ്റ് 27 വിനായക ചതുർത്ഥി. അന്നേ ദിവസം ഗണേശ പ്രീതികരമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതും വളരെ ഉത്തമമാണ്. ഹൈന്ദവ വിശ്വാസപ്രകാരം ഏത് ശുഭകാര്യത്തിനും മുമ്പ് വിഘ്ന നിവാരണത്തിനായി ഗണപതി പൂജ നടത്താറുണ്ട്. ഒരു വീട് കയറി താമസമാണെങ്കിലും നമ്മൾ അവിടെ നടത്താറുണ്ടല്ലോ വാസ്തുപൂജ, ഗണപതി പൂജ ഒക്കെ. ഗണേശ്വരന്റെ പിറന്നാൾ ദിനത്തിൽ ചതുർത്ഥി പൂജ നടത്തുന്നത് മംഗല്യ തടസ്സം, വിദ്യാ തടസ്സം, സന്താന തടസ്സം, ഗ്രഹനിർമ്മാണ തടസ്സം എന്നിങ്ങനെയുള്ള വിഘ്നങ്ങൾ ഒഴിവാക്കാൻ ഉത്തമമാണ്. വിനായക ചതുർത്ഥിയിൽ ഗണപതിയുടെ 1008 ഭാവങ്ങളെ വർണ്ണിക്കുന്ന ഗണേശ സഹസ്രനാമം ഭക്തിയോടെ പാരായണം ചെയ്യുന്നതും വളരെ അത്യുത്തമമാണ്. ഗണനാഥനായ ഗണപതി ഭഗവാന് പ്രാധാന്യം നൽകിക്കൊണ്ട് ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും ഫലപ്രാപ്തിയിലെത്തുമെന്നാണ് വിശ്വാസം. സർവാഭിഷ്ട സിദ്ധിക്ക് ചതുർത്ഥി ദിനത്തിൽ ഗണപതിക്ക് മുക്കുറ്റി, കറുക എന്നിവ കൊണ്ട് മാല, അർച്ചന, മോദകനേദ്യം, ഗണപതി ഹോമം എന്നിവ നടത്തിയാൽ സർവാഭിഷ്ട പ്രസിദ്ധിയാണ് ഫലം. വീടുകളിൽ മോദകം അഥവാ കൊഴുക്കട്ട ഉണ്ടാക്കി ഭക്ഷണപ്രിയനായ ഗണേശനെ ധ്യാനിച്ച് അടുപ്പിൽ സമർപ്പിച്ച ശേഷം കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് കഴിക്കുന്നത് കുടുംബ ഐശ്വര്യ വർധനവിന് വളരെ ഉത്തമമാണ്. ചതുർത്ഥി വ്രതം എന്തിന്? വിനായക ചതുർത്ഥി ദിനത്തിൽ വ്രതമനുഷ്ഠിക്കുന്നത് ശ്രേഷ്ഠമാണ്. ചതുർത്ഥി വ്രതം എന്നറിയപ്പെടുന്ന ഈ വ്രതം അനുഷ്ഠിച്ചാൽ അടുത്ത വിനായക ചതുർത്ഥി വരെയുള്ള ഒരു വർഷകാലം ഗണേശപ്രീതിയിലൂടെ സർവവിഘ്നങ്ങൾ നീങ്ങി ഉദ്ദിഷ്ടകാര്യലബ്ധി ഉണ്ടാവുമെന്നാണ് വിശ്വാസം. ചതുർത്ഥി വ്രതം അനുഷ്ഠിക്കേണ്ടത് എങ്ങനെയെന്നും കൂടി ഒന്ന് നമുക്ക് നോക്കാം. ചതുർത്ഥിയുടെ തലേന്ന് മുതൽ വ്രതം ആരംഭിക്കണം. എല്ലാ വ്രതാനുഷ്ഠാനം പോലെ തലേന്ന് മത്സ്യമാംസാദികളൊക്കെ ഉപേക്ഷിച്ച് ഒരിക്കലൂണാവാം. എണ്ണ തേച്ചു കുളി, പകലുറക്കം എന്നിവ നിഷിദ്ധമാണ്. ചതുർത്ഥി ദിനത്തിൽ സൂര്യോദയത്തിന് മുമ്പ് തന്നെ കുളിച്ച് ശരീരശുദ്ധി വരുത്തി നിലവിളക്ക് തെളിയിച്ച് ഗണപതി ഗായത്രികൾ ഭക്തിയോടെ ജപിക്കണം. കിഴക്കോട്ട് തിരിഞ്ഞാവണം ജപം. 108 തവണ ജപിക്കുന്നത് ഏറ്റവും ഉത്തമമെങ്കിലും കുറഞ്ഞത് 10 തവണയെങ്കിലും ജപിക്കാൻ ശ്രമിക്കുക. തുടർന്ന് ഗണേശ ക്ഷേത്ര ദർശനം നടത്തി അവനവനാൽ കഴിയുന്ന വഴിപാടുകൾ സമർപ്പിക്കുക. ധാന്യഭക്ഷണം ഒരു നേരമായി കുറച്ചുകൊണ്ട് മറ്റുള്ള സമയങ്ങളിൽ പാലും പഴവും മറ്റും കഴിക്കുക. ഈ ദിനം മുഴുവൻ ഗണേശ സ്മരണയോടെ കഴിച്ചുകൂട്ടുന്നത് അത്യുത്തമമാണ്. കഴിയാവുന്നത്ര മൂലമന്ത്രമായ ഓം ഗം ഗണപതയേ നമ എന്ന് ജപിക്കുക. സാധ്യമെങ്കിൽ വൈകുന്നേരവും ക്ഷേത്ര ദർശനം നടത്തി പിറ്റേന്ന് തുളസി തീർത്ഥമോ ക്ഷേത്രത്തിലെ തീർത്ഥമോ സേവിച്ച് പാരണവിട. ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്ക് ഓം ഏകദന്തായ വിദ്മഹേ വക്രതുണ്ടായ ധീമഹി തന്നോ ദന്തി പ്രചോദയാത് എന്നാണ്. വിഘ്ന നിവാരണത്തിന് ഓം ലംബോധരായ വിദ്മഹേ
വക്രതുണ്ടായ ധീമഹി തന്നോ ദന്തി പ്രചോദയാത്. വിനായക ചതുർത്ഥിയും ചന്ദ്രനും വിനായക ചതുർത്ഥി ദിനത്തിൽ ചന്ദ്രനെ നോക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതിന് പിന്നിലും ഒരു കഥയുണ്ട്. ഒരിക്കൽ പിറന്നാൾ സദ്യയുണ്ട് എഴുന്നേൽക്കാൻ ശ്രമിച്ച ഗണപതി ഭഗവാൻ അടിതെറ്റി വീണു. ഇത് കണ്ട് ചന്ദ്രൻ കളിയാക്കി ചിരിച്ചു. ഇതിൽ കോപിഷ്ഠനായി ഇന്നേ ദിവസം നിന്നെ ദർശിക്കുന്നവർക്കെല്ലാം ദുഷ്പേര് കേൾക്കാൻ ഇടയാവട്ടെ എന്നും ഗണപതി ശപിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അതിനാൽ ഗണേശ ചതുർത്ഥി ദിനത്തിൽ ചന്ദ്രനെ കാണുന്നത് മാനഹാനിക്ക് ഇടയാവും എന്നൊരു വിശ്വാസം നിലനിൽക്കുന്നുണ്ട്. കേതുദശ ദോഷമനുഭവിക്കുന്നവർ ദോഷപരിഹാരമായി വിനായക ചതുർത്ഥി ദിനത്തിൽ ഗണേശ പൂജ, ഗണപതി ഹോമം എന്നിവ നടത്തിയാൽ അതിവേഗം ഫലസിദ്ധി ലഭിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ കാര്യങ്ങൾ നമ്മൾ തമ്മിൽ പങ്കുവെച്ചല്ലോ. അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ കഥ ഇവിടെ ഞാൻ നിർത്തുന്നു. ഓം ഗംഗണപതയേ നമഃ.